വെൽക്കം ടു ജുലീനാസ് കിച്ചൺ. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് അയല കറിയാണ്. അത് വളരെ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 അയല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പച്ചമുളക് 3 എണ്ണം നീളത്തിലരിഞ്ഞത്, വേപ്പില ആവശ്യത്തിന്, ഒരു കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1 സ്പൂൺ കാശ്മീരി ചില്ലി പൊടിയും എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കുടംപുളി 3 എണ്ണം ഞാൻ കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് പുളി എടുക്കാം. ഉള്ളി ഒരു 5 എണ്ണം ചെറുതായി അരിഞ്ഞെടുത്തത്, 1/2 കപ്പ് നാളികേരം, ആവശ്യത്തിന് വെളിച്ചെണ്ണ, വെള്ളം 1 ഗ്ലാസ്. പിന്നെ കൂടുതൽ ചാറ് ആവശ്യമുണ്ട് എന്നുള്ളവർക്ക് അല്പം കൂടെ വെള്ളമാവും. ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം എടുക്കാം. ഞാനിവിടെ ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം മുളക് പൊടി, 2 മുളക് പൊടിയും ഇടാം. കാശ്മീരി ചില്ലി പൗഡറും സാദാ ചില്ലി പൗഡറും ഇടാം. അതിലേക്ക് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പച്ചമുളക്, ഇഞ്ചി, ഇനി ഇതിലേക്ക് അല്പം വെള്ളം ചേർത്ത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കാം. ഇനി ഇതിലേക്ക് കുതിർത്തി വെച്ചിരിക്കുന്ന കുടപ്പുളിയും ഇടാം. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് നമുക്കിത് നന്നായി തിളച്ച് ഇതിലെ ഉപ്പും പുളിയും എല്ലാം നല്ലതുപോലെ ഇളകി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് മീനിടാം. ഇത് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് നാളികേരം അരച്ച് പാലെടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി ഒരു 2 മിനിറ്റും കൂടെ ഇത് നന്നായി തിളയ്ക്കാൻ അനുവദിക്കാം. കാരണം ഇതിൻ്റെ പുളിയും ഉപ്പും എല്ലാം നല്ലതുപോലെ ഇളകി കഴിയുമ്പോഴേ നമ്മുടെ മീനിൻ്റെ മാംസത്തിൽ അത് ശരിക്കും പിടിക്കുകയുള്ളൂ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഒരു 2 മിനിറ്റും കൂടെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നും കൂടെ തിളയ്ക്കാൻ അനുവദിക്കാം. ഇപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാം. ഉപ്പ് കുറവാണ്. അപ്പോൾ നമുക്ക് അല്പം ഉപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല പോലെ ഉപ്പും പുളിയും എല്ലാം നന്നായി ഇളകിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മീനിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ എടുത്തു വെച്ച നാളികേരം അരച്ച പാല് അല്പം ഒഴിച്ചു കൊടുക്കാം. ഈ നാളികേരപ്പാൽ ഒഴിക്കണം എന്ന് നിർബന്ധമില്ല കേട്ടോ. മുളകിൽ കഴിക്കണം എന്നുള്ള ആൾക്കാർക്ക് ഇതിങ്ങനെ ആയി കഴിയുമ്പോൾ ഉള്ളിയും വേപ്പിലയും കാച്ചി ഒഴിച്ചാൽ മതി. അല്ലാതെ ആണെങ്കിൽ നമുക്ക് ഈ നാളികേരപ്പാലും കൂടെ ഒഴിച്ച് 1 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഉള്ളിയും വേപ്പിലയും താളിച്ചൊഴിക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കാരണം മൺചട്ടി ആയതുകൊണ്ട് ഇനി മൺചട്ടിയിലിരുന്ന് ഇനിയും ഇതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഉള്ളിയും വേപ്പിലയും താളിച്ചിടുക. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളി ഇടാം. കറിവേപ്പിലയും ഇടാം. ഇപ്പോൾ ഉള്ളി നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം അതിലേക്ക് അല്പം മുളക് പൊടി ഇട്ട് കൊടുക്കാം.
കാരണം ഈ മുളക് പൊടി ഇങ്ങനെ മൊരിച്ചിടുമ്പോൾ മീൻ കറി കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേണം ഇത് മൊരിക്കാനായിട്ട്. കണ്ടിട്ട് മുളക് പൊടി നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് മീൻ കറിയിലേക്ക് ഒഴിക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി അയലക്കറി റെഡിയായി. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇനി കുറച്ച് സമയം ഇത് ചട്ടിയിൽ തന്നെ ഇരുന്ന് വരുമ്പോൾ ഒന്നും കൂടെ കട്ടിയാകും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി അല്ലേ ഇത് ഉണ്ടാക്കാനായിട്ട്. നിങ്ങളുണ്ടാക്കി നോക്കുക. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ നാളികേരപ്പാൽ വേണ്ടാത്തവർ അത് ഒഴിക്കേണ്ട. മുളകിൽ വെച്ചതുപോലെ വെച്ച് ഉള്ളിയും വേപ്പിലയും എല്ലാം താളിച്ചൊഴിച്ചാൽ മതി. അല്ലാതെ ആണെങ്കിൽ അല്പം നാളികേരപ്പാൽ, അധികം നാളികേരം വേണ്ട, അല്പം ഒരു 1/2 കപ്പ് അത്രയൊക്കെ വേണ്ടൂ. അത് അരച്ച് പിഴിഞ്ഞൊഴുക്കി ഇതേപോലെ വെക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ജൂലിനാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.